മലയാളത്തിന്റെ മഹാനടനായ മധു അനാഥമായ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. നടൻ മധുവിന്റെ 92ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് വേണുഗോപാൽ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിനെതിരെയാണ് ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നത്. വ്യക്തമായ അറിവോ ധാരണയോ ഇല്ലാതെ വലിയ വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ചിലപ്പോഴെങ്കിലും തെറ്റായി എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം വേണുഗോപാലിന് ഉണ്ട് എന്നും അത്തരത്തിൽ ഒന്നാണ് മധുവിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് എന്നുമാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. തിരുവനന്തപുരത്ത് കണ്ണമ്മൂല എന്ന സ്ഥലത്താണ് മധു ജനിച്ചതെന്നും മധുവിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വേണുഗോപാൽ എഴുതിയതെല്ലാം തെറ്റാണെന്നും ഉന്നയിച്ചാണ് ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നത്. പോസ്റ്റിൽ വേണുഗോപാലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സിനിമാ രംഗത്തും സംഗീത രംഗത്തും ഉള്ളവരെക്കുറിച്ച് അവിടുന്നും ഇവിടുന്നുമൊക്കെ പാതി കേട്ട് പിന്നെ അത് പൊലിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഗോസിപ്പുകളുടെ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് ഒരു ഫാഷനായി ചിലർ കൊണ്ടു നടക്കുന്നു. ഈ കാലത്ത് മധുച്ചേട്ടനെ പോലെയുള്ളവരെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ എഴുതി കയ്യടി നേടാൻ ശ്രമിക്കരുത് എന്നും അദ്ദേഹം കുറിക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇതാണ്. വേണുഗോപാൽ നന്നായി പാടുന്ന ഗായകനാണ്. ഏതാനും ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മലയാള ഗാനശാഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇളയരാജയുടെ സംഗീതത്തിൽ ഞാൻ എഴുതിയ ഉണരുമീ ഗാനം എന്ന പാട്ടിനായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച സംസ്ഥാന അവാർഡുകളിൽ ഒന്ന്. പക്ഷേ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന് യേശുദാസിൻ്റെയോ പി ജയചന്ദ്രൻ്റെയോ MG ശ്രീകുമാറിൻ്റെയോ നിലയിലേക്ക് ഉയരാൻ സാധിച്ചില്ല. ഇന്ന് വേദനയോടെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു സത്യം പറയട്ടെ. വ്യക്തമായ അറിവോ ധാരണയോ ഇല്ലാതെ വലിയ വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും പലപ്പോഴെങ്കിലും തെറ്റായി എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഒന്ന് രണ്ട് അനുഭവങ്ങൾ വ്യക്തിപരമായി എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ശ്രീ മധു എന്ന അതുല്യ നടനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഇന്നലെ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടാണെന്ന മട്ടിൽ ഇകഴ്ത്തിക്കൊണ്ട് വേണുഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ്. കഴിഞ്ഞ 60 വർഷക്കാലമായി മധുച്ചേട്ടനോടൊപ്പം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുകയും ഒരു അനുജനെ പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഇടപഴകുകയും ചെയ്യുന്ന എനിക്ക് ഈ വിവരക്കേടിനെതിരെ പ്രതികരിക്കാതിരിക്കാനാവില്ല. ഞാൻ സംവിധാനം ചെയ്ത 29 പടങ്ങളിൽ 10 പടങ്ങളിൽ നായകൻ ശ്രീ മധുവാണ്. അതുപോലെ മധുച്ചേട്ടൻ നിർമ്മിച്ച പല ചിത്രങ്ങൾക്കും പാട്ടെഴുതിയത് ഞാനായിരുന്നു. മധുച്ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ചും സ്വത്തുക്കളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുമൊക്കെ വേണുഗോപാൽ എഴുതിയത് മുഴുവൻ ശുദ്ധ അസംബന്ധമാണ്. മധുച്ചേട്ടൻ്റെ സ്വദേശം കണ്ണമ്മൂലയല്ല, ഗൗരീശപട്ടമാണ്. ധാരാളം സ്വത്തുവകകളുള്ള ജന്മി തറവാട്ടിലെ അംഗം. മധുച്ചേട്ടൻ്റെ പിതാവ് പരമേശ്വരൻ നായർ തിരുവനന്തപുരം നഗരസഭ മേയറായിരുന്നു. മധുച്ചേട്ടൻ ഇന്ന് താമസിക്കുന്ന കണ്ണമ്മൂലയിലുള്ള ശിവഭവനം എന്ന വീട് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ ജന്മഗൃഹമാണ്. ധാരാളം ഭൂസ്വത്തുക്കൾ സ്വന്തമായുള്ള ഒരു വലിയ തറവാട്. അദ്ദേഹം ഏകനായി താമസിക്കുന്ന ചെറിയ വീട് എന്ന് വേണുഗോപാൽ വിശേഷിപ്പിക്കുന്ന മധുച്ചേട്ടൻ്റെ വീടിന് ഒരു ഹാളും 5 മുറികളുമുണ്ട്. 2 മുറികൾ ബേസ്മെന്റിലാണുള്ളത്. ആ വീട് മധുച്ചേട്ടൻ്റെ സ്വന്തം പണം കൊണ്ട് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിർമ്മിച്ചതാണ്. അവിടെ അദ്ദേഹം തനിച്ചല്ല താമസം. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഓഫീസ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ആരാധകരെയും സ്വീകരിക്കുന്ന ഒരിടം. ആ കോമ്പൗണ്ടിൽ ആകെ 3 വലിയ കെട്ടിടങ്ങളുണ്ട്. ഒന്ന് മധുച്ചേട്ടൻ്റെ ഭാര്യയുടെ ജന്മഗൃഹമായ ശിവഭവനം. അതിനു പിന്നിലായി പണിത പുതിയ വീട്ടിൽ മധുച്ചേട്ടൻ്റെ ഏക മകൾ ഡോക്ടർ ഉമാ നായരും ഭർത്താവും എഞ്ചിനീയറും വിദ്യാഭ്യാസ വിദഗ്ധനായ കൃഷ്ണകുമാറും അവരുടെ ഏക മകനും കുടുംബവും താമസിക്കുന്നു. കൃഷ്ണകുമാറിൻ്റെ പിതാവ് ശ്രീ പത്മനാഭൻ നായരും അവരോടൊപ്പം സന്തോഷമായിരിക്കുന്നു. മധുച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. മധുച്ചേട്ടൻ്റെ സഹായികളായി 2 പേർ കൂടി ആ വീട്ടിലുണ്ട്. ഞങ്ങളെപ്പോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പതിവായി ഇവരെയെല്ലാം ഒരുമിച്ച് സന്ദർശിച്ച് സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ നായകനായ മധുച്ചേട്ടനെയാണ് പാട്ടുകാരൻ വേണുഗോപാൽ ഏകനും അനാഥനുമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും നടൻ മധുവിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന ധ്വനി വേണുഗോപാലിന്റെ പോസ്റ്റിൽ ഉണ്ട്. വേണുഗോപാലിനെ പോലുള്ളവർ ഇങ്ങനെ നിജസ്ഥിതി അറിയാതെ അപവാദം പറഞ്ഞു പരത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആലോചിക്കുന്നില്ല.
വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു അസത്യം മധുച്ചേട്ടന്റെ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എല്ലാം വിറ്റുതുലച്ചു എന്നാണ്. എന്നാൽ മധുച്ചേട്ടന്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന് നേട്ടങ്ങളെ നൽകിയിട്ടുള്ളൂ. അദ്ദേഹം അഭിനയിച്ച് സമ്പാദിച്ച പണം കൊണ്ടാണ് ഉമാ സ്റ്റുഡിയോ സ്ഥാപിച്ചത്. ഉമാ സ്റ്റുഡിയോ ആദ്യം തുടങ്ങിയത് ചെന്നൈയിലായിരുന്നു. അന്ന് അതിനുവേണ്ടി പ്ലാൻ തയ്യാറാക്കുകയും നിർമ്മാണം തുടങ്ങുകയും ചെയ്ത എഞ്ചിനീയർ ഞാനായിരുന്നു. അതുകൊണ്ട് അന്ന് മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. തിരുവനന്തപുരത്തെ ഉമാ സ്റ്റുഡിയോ ഏഷ്യാനെറ്റിന് വിറ്റു കിട്ടിയ പണവും അദ്ദേഹം പാഴാക്കുകയോ സിനിമയിൽ നിക്ഷേപിക്കുകയോ ചെയ്തില്ല. ആ പണം കൊണ്ട് പുളിയറക്കോണം എന്ന സ്ഥലത്ത് ഒരു വലിയ പുരയിടം വാങ്ങി കെട്ടിടം വച്ചു. വീണ്ടും അത് ലാഭത്തിന് വിറ്റ് പുതിയ പുരയിടങ്ങൾ വാങ്ങുകയും കെട്ടിടങ്ങൾ വയ്ക്കുകയും ചെയ്തതല്ലാതെ ഒരു രൂപ പോലും നശിപ്പിക്കുകയോ സിനിമയ്ക്കായി കൊടുക്കുകയോ ചെയ്തില്ല. സിനിമാ നിർമ്മാണവും മധുച്ചേട്ടന് നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല. സിനിമാ നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേണുഗോപാലിന് അത് പറഞ്ഞാലും മനസ്സിലാവില്ല. 26 ചിത്രങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും അതുവഴി ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത എനിക്കറിയാം. അതുകൊണ്ട് വേണുഗോപാലിനോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. സിനിമാ രംഗത്തും സംഗീത രംഗത്തും ഉള്ളവരെയും ഒക്കെ കുറിച്ച് അവിടുന്നും ഇവിടുന്നുമൊക്കെ പാതി കേട്ട് പിന്നെ അത് പൊലിപ്പിച്ച് ഗോസിപ്പാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇന്ന് ഒരു ഫാഷനായി ചിലർ കൊണ്ടു നടക്കുന്നു. ഈ കാലത്ത് മധുച്ചേട്ടനെ ഉള്ളവരെ പോലെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ എഴുതി കയ്യടി നേടാൻ ശ്രമിക്കരുത്. ലാളിത്യത്തിന്റെയും മഹത്വത്തിന്റെയും പ്രതീകമാണ് മധുച്ചേട്ടൻ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.